കൂട്ടുകാരെ പുതിയൊരു വീഡിയോ കണ്ടാലോ? ഒരു കുക്കിംഗ് വീഡിയോ ആയിക്കോട്ടെ അല്ലേ. കക്കയിറച്ചി ഫ്രൈ ചെയ്യണതാണ് കേട്ടോ. അത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വെച്ചു. അതിന് വേണ്ട സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, സവാള. പിന്നെ ഒരു പാൻ വെച്ചു. പാൻ ചൂടായി കഴിഞ്ഞപ്പം എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്തേക്കിട്ട് കടുകിട്ടു. അത് പടപടാന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ സവാള ഗിരിഗിരി അങ്ങോട്ടിട്ട് കൊടുക്കുക. അത് വേഗം ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. അത് ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം കൊത്തിയരിഞ്ഞ ഇഞ്ചിയും ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേനും നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയിറച്ചീനെ നമുക്ക് ഇങ്ങോട്ടേക്ക് തട്ടി കൊടുക്കാം. അതൊന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരണം. ഒത്തിരി ഞങ്ങളോട് ഫ്രൈ ആക്കിയല്ല കേട്ടോ. അത് നല്ലതുപോലെ ഇളക്കി എല്ലായിടത്തും ആ സവാളയും എണ്ണയും ഇഞ്ചിയുടെയൊക്കെ പേസ്റ്റ് ഒന്നാവുന്ന രീതിയിൽ റെഡിയാക്കി എടുക്കണം. പിന്നെ ആവശ്യത്തിന് വേണ്ട കരിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ആവശ്യത്തിന് മൂത്തതിന് ശേഷം നമ്മുടെ പൊടികളിടുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ കൂടി ഇട്ടു. പിന്നെ ഞാൻ ഇതിനകത്ത് ഗരം മസാല ഇട്ടു. പിന്നെ കുരുമുളക് ഇടണം കേട്ടോ. കുരുമുളക് ഇതിന് മെയിനാണ്. മെയിനും കുരുമുളകാണ്. നല്ലതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോയിട്ടുണ്ട്, അതിടുക. പിന്നെ അതും ഇട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് ഈ പരുവാകും. അത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം ടേസ്റ്റ്. അടിപൊളിയാണ്. ഞാൻ ഉണ്ടാക്കിയതോട് മാത്രമല്ല കേട്ടോ, അത് അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.